ലൈക്ക് ക്യാൻ സേ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം അത് കാരണം ഇപ്പം എനിക്ക് ഭയങ്കര ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഓക്കെ ഇപ്പം ഞാൻ മരിച്ചു പോവാണെങ്കിലോ, അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഷിറ്റ്, ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെയാണല്ലോ മരിച്ചു പോകണത് എന്നുള്ള ഭയങ്കര വിഷമത്തോടെ ആയിരിക്കും ഞാൻ മരിച്ചു പോകും. അപ്പം എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ മരിച്ചു പോകുന്ന തോട്ട് വരുന്നത് കാരണം ഞാൻ എൻ്റെ ആ സെയിം ടൈം എനിക്ക് ഈ തോട്ടും കൂടെ വരും, ലൈക്ക് ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പം നമ്മൾ അത് ചെയ്യാനുള്ള കുഞ്ഞു സ്റ്റെപ്സ് നമ്മളെടുക്കും. ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന പോഡ്കാസ്റ്റ് പോലും അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഔട്ട്പുട്ടായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഫ്രണ്ട്സ് ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്താൽ ഭയങ്കര അടിപൊളിയായിരിക്കും. സോളോ ട്രാവൽ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അങ്ങനെയൊക്കെ ഞാൻ വെരി റാൻഡമായിട്ട് ആ ക്വസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പം താങ്ക്സ് ഫോർ ഇൻസ്പയറിംഗ് എന്നൊക്കെ പറഞ്ഞപ്പം ഐ വാസ് ലൈക്ക് ഡൂഡ്, നമ്മുടെ ഒരു വാക്കൊരാൾക്ക് ഇൻസ്പയറിങ് ആവുന്നുണ്ട് എങ്കിൽ നമ്മളെ കുഞ്ഞു സ്റ്റെപ്പുകൾ നമ്മളെ തന്നെ ഇൻസ്പയർ ചെയ്യിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പം ആരാ നിങ്ങളുടെ റോൾ മോഡൽ നിങ്ങളെ അങ്ങനെ ഇൻഫ്ലുവൻസ് അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞത് എൻ്റെ റോൾ മോഡൽ ഞാൻ തന്നെയാണെന്നാണ് പറയുന്നത്. നമുക്ക് നമ്മൾ തന്നെ നമ്മളെ റോൾ മോഡലാകാൻ പറ്റും. അപ്പോൾ 2025 ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഇഷ്ടങ്ങളിലേക്ക്, നമ്മളെ ആഗ്രഹങ്ങളിലേക്ക്, നമ്മളെ വാണ്ടുകളിലേക്ക് ഉള്ള ബേബി സ്റ്റെപ്പുകൾ വെച്ച് തുടങ്ങാം. അപ്പോൾ അത് ചെയ്തു നോക്കിട്ടോ, നിങ്ങൾ എന്തായാലും കേട്ടോ നോക്കി. ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ സമയത്ത് ഒരു സുഹൃത്ത് ലിങ്ക്ഡിനിൽ അതിൻ്റെ മുമ്പത്തെ വർഷത്തെ ഒരു ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് ഇട്ടു. ചില ഓരോ ദിവസവും എങ്ങനെയായിരുന്നു എന്നുള്ളത്. ചില നല്ലതാണെങ്കിൽ ഗ്രീന്, കുറച്ച് മോശമാണെങ്കിൽ ഓറഞ്ച്, കുറച്ച് ഭയങ്കര മോശമാണെങ്കിൽ റെഡ്, ഭയങ്കര അടിപൊളിയാണെങ്കിൽ ബ്ലൂ, അങ്ങനെ പല പല കളർ കൊടുത്തിട്ടുള്ള എന്താ പരിപാടി മനസ്സിലായല്ലോ, അതാണ്. എന്നിട്ട് ഒരു സ്പ്രെഡ്ഷീറ്റിൻ്റെ ഒരു സാധനം ഇട്ടിട്ട് അതിനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ലൈക്ക് ഒരു ഓവറോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓവറോൾ ഒരു ദിവസം എങ്ങനെയാണെന്ന് ചിലപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മൊമെൻ്റ് ഉണ്ടാകും. പക്ഷേ ഓൾ റൗണ്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ബാഡ് ഡേ ഒക്കെ ആയിരിക്കും. പക്ഷേ അതിനേക്കാളൊക്കെ ആ ഒരു ബാഡ് ഡേ എന്നുള്ള ഇമേജിനേക്കാളൊക്കെ ആ ഒരു അടിപൊളി മൊമെൻ്റ് ചിലപ്പം അതിനേക്കാളും വെയിറ്റേജ് ഉള്ളതായിരിക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു അസസ്മെൻ്റ് ഒക്കെ നടത്താൻ പറ്റും. എങ്ങനെയാണ് നമ്മളെ ദിവസം, അല്ലെങ്കിൽ നമ്മളെ ദിവസങ്ങൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പം നമ്മളൊരു പേഴ്സണൽ ഗ്രോത്തിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട്. ആൻഡ് നമ്മളെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ കുറച്ചും കൂടെ സ്റ്റേബിൾ ആക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാനങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പാതി വഴിയിൽ വെച്ചിട്ട് അത് എവിടെയോ നിന്നുപോയി. അതെവിടെയാണ് നിന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പ്രശ്നം എനിക്കുണ്ട്. പക്ഷേ ഞാനിത് പറയാൻ കാരണം 2025 വരാൻ പോവാണ്. അപ്പോൾ ഞാനിതുവരെ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ശരിക്കും മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ചെറിയ 1-2 ഇൻസിഡൻസ് നിന്ന് മനസ്സിലായി. ആ ഇൻസിഡൻസ് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഐലാബിൻ്റെ ഒരു 1000 തിങ്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ സംസാരിക്കാനൊരു അവസരം കിട്ടിയപ്പം ഞാൻ അവിടെയുള്ള പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. ലൈക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ ഹു ആർ യു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായിട്ടാണ് ആൻസർ ചെയ്യാൻ വിചാരിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറേ കുഞ്ഞു കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു കൊച്ച് അവളുടെ ഏറ്റവും ഇഷ്ടമുള്ള പണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നൊരു സാധനം, ചിലൊരു മ്യൂസിക് കമ്പോസ് ചെയ്യണം, അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ പിന്നീട് എപ്പോഴോ ഫാമിലീൻ്റെ ഒക്കെ ഒരു ഇതിനൊക്കെ ഇതായിട്ട് ആ കുട്ടി ആ ഒരാഗ്രഹം മാറ്റി വെച്ചു, ലൈക്ക് മറന്നുപോയി, അല്ലെങ്കിൽ ഫാമിലീൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ആ ഒരു സാധനം മൈൻഡിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ ആ ഒരു സെഷനിലാണ് അവൾ പണ്ട് എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ എന്ന് ആലോചിച്ചത്. ഞാൻ ആ ക്വസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക.
നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു മ്യൂസിക് കമ്പോസ് ചെയ്യണം, എനിക്കൊരു പാട്ട് എഴുതണം എന്ന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആൻഡ് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു കുഞ്ഞു ബേബി സ്റ്റെപ്സ് ആയിട്ടുള്ള എഫേർട്ടുകൾ ഇടും എന്നുള്ളതാണ്. പണ്ട് 6ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു പൗലോ കൊയ്ലോൻ്റെ ആൽക്കമിസ്റ്റ് വായിച്ചത്. അന്ധകാലത്ത് അത് വായിച്ചതുകൊണ്ട് അന്ന് അയാൾ വെറുത്തുപോയി. പക്ഷേ ആക്ച്വലി ഈ പൗലോ കൊയ്ലോൻ്റെ ആൽക്കമിസ്റ്റിലൊക്കെ പറയുന്നത് മാനിഫെസ്റ്റേഷൻ്റെ വേറൊരു സംഭവമാണ്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക, ദ വേൾഡ് വിൽ കോങ്കർ എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം നമ്മളൊരു മാനിഫെസ്റ്റ് ചെയ്ത ഒരു 50% നമ്മളെ എഫേർട്ട് നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 50% യൂണിവേഴ്സും ഗോഡും എല്ലാം കൂടി ഇടും എന്നുള്ളതാണ് ഒരു ഹോൾ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കുറേ കാര്യങ്ങളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നടക്കണമേ എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് പണ്ട് ഞാനിപ്പോൾ ഇന്നാണ് മരിച്ചാലും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഫൈൻ, അതിനിപ്പോൾ എന്താ, മരിച്ച് കഴിഞ്ഞു, അത്രേ ഉള്ളൂ, ആ ഒരു മോഡായിരുന്നു. പക്ഷേ ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നായിട്ട് മരിച്ചു പോയാൽ ഇപ്പം ഞാനിങ്ങനെ കുറേ സാധനം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫോണിൽ എനിക്കൊരു മിഷൻ 2025 എന്നിട്ടുള്ളൊരു സാധനമുണ്ട്. 2025 അത് ഫുള്ള് ഞാൻ എന്തായാലും അച്ചീവ് ചെയ്യില്ല, കാരണം 2025 അത് ഫുള്ള് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൽ കുറേ കാര്യങ്ങൾ 2025 ലൈക്ക് ഒരു ഇൻ ഇയറിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആ ലിസ്റ്റിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ലൈക്ക് വി ക്യാൻ സേ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം അത് കാരണം ഇപ്പം എനിക്ക് ഭയങ്കര ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഓക്കെ ഇപ്പം ഞാൻ മരിച്ചു പോവാണെങ്കിലോ, അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവും. ഷിറ്റ്, ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെയാണല്ലോ മരിച്ചു പോകണത് എന്നുള്ള ഭയങ്കര വിഷമത്തോടെ ആയിരിക്കും ഞാൻ മരിച്ചു പോകും. അപ്പം എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ മരിച്ചു പോകുന്ന തോട്ട് വരുന്നത് കാരണം ഞാൻ എൻ്റെ ആ സെയിം ടൈം എനിക്ക് ഈ തോട്ടും കൂടെ വരും, ലൈക്ക് ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പം നമ്മൾ അത് ചെയ്യാനുള്ള കുഞ്ഞു സ്റ്റെപ്സ് നമ്മളെടുക്കും. ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന പോഡ്കാസ്റ്റ് പോലും അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഔട്ട്പുട്ടായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം പണ്ട് അത്രയും പണ്ടല്ല, കുറച്ച് പണ്ട് ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു മീഡിയയിൽ സംസാരിക്കണം. മീഡിയ ആസ് ഇൻ എനിക്കിങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് സംസാരിക്കണം എന്നുള്ളത്. അപ്പം മാനിഫെസ്റ്റ് ചെയ്ത് ലാസ്റ്റ് സംഭവിച്ചൊരു സാധനമാണ് ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞു വന്ന കാര്യം, 2025 നിങ്ങൾ കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ വലിയ സംഭവമൊന്നും ചെയ്യണ്ട. സാധാരണ ആൾക്കാർ ജിമ്മിൻ്റെ ട്രെയിനർമാർ പറയാറുണ്ട് ജനുവരി 1-ാം തീയതി അവർക്ക് ഭയങ്കര പൈസ കിട്ടുന്ന ദിവസം വെച്ചാൽ കുറേ ആൾക്കാർ ഒന്ന് ജോയിൻ ചെയ്യും എന്ന് പറയാറുണ്ട്. അതുപോലെ നിങ്ങൾ വലിയ സംഭവമൊന്നും ചെയ്യണ്ട. കുഞ്ഞു ബേബി സ്റ്റെപ്പുകൾ എടുത്തു തുടങ്ങുക. അത് വിൽ മേക്ക് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ അവർ ലൈഫ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൊരു കുട്ടി മെസ്സേജ് ചെയ്തു, ഞാൻ ലാൽബാഗിലേക്ക് സോളോ പോയിട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചാറ്റും മേലോട്ട് നോക്കിയപ്പോഴാണ് ആ കൊച്ചിൻ്റെ അടുത്ത്, ആ കൊച്ച് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, അപ്പം ഫ്രണ്ട്സൊന്നും ഇല്ല ട്രാവൽ ചെയ്യാൻ, അപ്പം പക്ഷേ എന്താ ചെയ്യുക, അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വെരി റാൻഡമായിട്ട് പറഞ്ഞതായിരുന്നു, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഫ്രണ്ട്സൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല, നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്താൽ ഭയങ്കര അടിപൊളിയായിരിക്കും, സോളോ ട്രാവൽ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അങ്ങനെയൊക്കെ ഞാൻ വെരി റാൻഡമായിട്ട് ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പം താങ്ക്സ് ഫോർ ഇൻസ്പയറിംഗ് എന്നൊക്കെ പറഞ്ഞപ്പം ഐ വാസ് ലൈക്ക് ഡൂഡ്, നമ്മുടെ ഒരു വാക്കൊരാൾക്ക് ഇൻസ്പയറിങ് ആവുന്നുണ്ട് എങ്കിൽ നമ്മളെ കുഞ്ഞു സ്റ്റെപ്പുകൾ നമ്മളെ തന്നെ ഇൻസ്പയർ ചെയ്യിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പം ആരാ നിങ്ങളുടെ റോൾ മോഡൽ നിങ്ങളെ അങ്ങനെ ഇൻഫ്ലുവൻസ് അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞത് എൻ്റെ റോൾ മോഡൽ ഞാൻ തന്നെയാണെന്നാണ് പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ നമ്മളെ റോൾ മോഡലാകാൻ പറ്റും എന്ന് വെച്ചാൽ നാളെ എണീക്കുമ്പോൾ ബെറ്റർ പേഴ്സണായിട്ട് എണീക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ തന്നെ റോൾ മോഡലാകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത്. അപ്പോൾ 2025 ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഇഷ്ടങ്ങളിലേക്ക്, നമ്മളെ ആഗ്രഹങ്ങളിലേക്ക്, നമ്മളെ വാണ്ടുകളിലേക്ക് ഉള്ള ബേബി സ്റ്റെപ്പുകൾ വെച്ച് തുടങ്ങാം. വലിയ സ്റ്റെപ്പുകളൊന്നും വേണ്ട, നെക്സ്റ്റ് സ്റ്റെപ്പ് വെച്ച് തുടങ്ങാം. അപ്പം അതിലേക്കുള്ള ദൂരം കുറഞ്ഞു വരും. ആൻഡ് വി ക്യാൻ അച്ചീവ് ദാറ്റ്. നമുക്ക് ഒരുമിച്ച് അത് ടുഗെദർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബ്യൂട്ടി ഭയങ്കര രസമുള്ള സാധനം. നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും ആരും നേടുന്നില്ല. ഒരുപാട് ആളുകൾ ചേർന്നിട്ടാണ് നമുക്കൊരു കാര്യം നമ്മൾ നേടുന്നുണ്ടാവുക. അതിൻ്റെ ബ്യൂട്ടി ഭയങ്കര രസമുള്ളതാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കിട്ടോ, നിങ്ങൾ എന്തായാലും കേട്ടോക്കി.
ഹാപ്പി ന്യൂ ഇയർ.